കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ രണ്ടാം മിഷണറി യാത്രയെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 18-ാം അധ്യായത്തിൻ്റെ 22 വരെ കിടക്കുന്ന വേദഭാഗങ്ങളിലുള്ള ആ വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം നമ്മൾ പൂർത്തീകരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾക്ക് 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും അവിടെ കാണുന്ന വിഷയങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുവാനാണ് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. രണ്ടാം മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ടീം അംഗങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയുണ്ടായി. പൗലോസുണ്ട്, ശീലാസുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് മനസ്സിലായി യൗവനക്കാരനായ തിമോത്തിയും ആ ടീമിൻ്റെ കൂടെ ചേർന്നു. 16-ാം അധ്യായം തുടർന്ന് നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ 8, 9 ഈ വാക്യങ്ങളിലേക്ക് നമ്മൾ വന്നപ്പോൾ എഴുത്തുകാരനായ ലൂക്കോസും അവരുടെ കൂടെ ചേർന്നു എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സംഘമാണ് അവർ ഫിലിപ്പി പട്ടണത്തിൽ എത്തുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. ഫിലിപ്പി പട്ടണത്തിൽ പ്രധാനമായി 3 സംഭവങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഒന്നാമത് 16-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ടാകുന്ന ലുദിയായുടെ മാനസാന്തരം നമ്മൾ മനസ്സിലാക്കി. അതിനെ തുടർന്ന് 16-ാമത്തെ വാക്യം മുതൽ 18-ാം വാക്യം വരെ ഒരു സ്ലേവ് ഗേളായിരുന്ന ഒരു സഹോദരി, ഭൂതം ബാധിച്ചയാളായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൗലോസ് ആ ഭൂതത്തെ ശാസിച്ചപ്പോൾ ആ ഭൂതം അവളെ വിട്ടുപോയി. അങ്ങനെ അവളും രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ജയിലറും കുടുംബവും മാനസാന്തരപ്പെട്ട ആ വിഷയവും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയുണ്ടായി. ഫിലിപ്പി പട്ടണത്തിലെ അവരുടെ സുവിശേഷീകരണം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർക്ക് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം ഫിലിപ്പി പട്ടണത്തിൽ കടന്നു വരുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിർദ്ദേശം അവർ കേൾക്കുകയുണ്ടായി. 6-7 വാക്യങ്ങളിൽ അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലൂടെ സഞ്ചരിച്ചു. മൂസ്യയിൽ എത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മൂസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. അപ്പം ചിലയിടത്ത് ഈ ടീം പോകുവാനായി ആഗ്രഹിച്ചു, പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ വിലക്കുകയും സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. അവസാനം പൗലോസിന് ഒരു പ്രത്യേക ദർശനത്തിലൂടെ മക്കദോന്യയിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം ദൈവാത്മാവ് കൊടുക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവർ ഈ മിഷണറി യാത്രയിൽ നീങ്ങിയതുകൊണ്ട് അവർ ഫിലിപ്പി പട്ടണത്തിൽ വരികയും ഫിലിപ്പി പട്ടണത്തിലെ അവരുടെ മിനിസ്ട്രി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഫിലിപ്പി പട്ടണത്തിൽ ഒരു ദൈവസഭ എസ്റ്റാബ്ലിഷ് ചെയ്തതായി നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ആ ദൈവസഭ ഒരു പക്ഷെങ്കിൽ ലുദിയയുടെ വീട്ടിലായിരിക്കാം രൂപപ്പെട്ടത്. എന്നാൽ അതിനകത്ത് ലുദിയ എന്ന ബിസിനസ്സുകാരിയായ സഹോദരിയുണ്ട്, ഒരു സ്ലേവ് ഗേളായിട്ടുള്ള ഒട്ടും സാമ്പത്തികമില്ലാത്ത ഒരു സഹോദരിയുണ്ട്, ജയിലറും കുടുംബവും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയിൽപ്പെട്ട അവരുമുണ്ട്. അങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്തമാകുന്ന ജീവിതശൈലി പുലർത്തുന്ന ആളുകൾ
യൂറോപ്പിലെ ഈ സഭയുടെ അംഗങ്ങളായി തീർന്നതായി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഭൂതത്തിൽ നിന്ന് ആ സഹോദരിയെ വിടുവിച്ച ആ ഒരു കേസിലാണ്, ആ ഒരു ശുശ്രൂഷയെ തുടർന്നാണ് കർത്താവിൻ്റെ ദാസന്മാരായ പൗലോസും ശീലാസും ധാരാളം ഉപദ്രവം സഹിക്കേണ്ടതായിട്ട് വന്നത്. അവരെ കോലുകൊണ്ടടിപ്പിക്കുകയും അതിനുശേഷം അവരെ ജയിലിലിടുകയും ഒക്കെ ചെയ്തു. എന്നാൽ നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായത്, അങ്ങനെയൊക്കെ ദൈവം ദൈവദാസന്മാരെ അനുവദിച്ചതിൻ്റെ പിൻപിൽ ദൈവത്തിനും ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് നിമിത്തമാണ് ജയിലറും കുടുംബവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്നാലും ഇത്രയധികം ഉപദ്രവം സഹിച്ച പൗലോസും ശീലാസും അവർ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്ന ശേഷം 35 മുതൽ താഴെയോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവർ അടുത്ത ദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. അവർ ജയിലിൽ നിന്ന് പുറത്തു വന്ന് ലുദിയയുടെ ഭവനത്തിൽ അവരെത്തിയെങ്കിലും അതിനുശേഷം അടുത്ത ദിവസം അവർ തെസ്സലോനിക്കയിലേക്ക് കടന്നു പോകുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 40-ാം വാക്യം ഇങ്ങനെയാണ്: അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ട് പോയി. ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുള്ളത് പോലെ ഒരു പ്രാവശ്യം കൂടെ ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. പരിശുദ്ധാത്മാവിൻ്റെ വളരെ വലിയ ശക്തിയുടെ വ്യാപാരം അവരിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മനസ്സ് മടിക്കാതെ ദൈവം അവരെ ഏൽപ്പിച്ച ആ ദൗത്യം പൂർത്തീകരിക്കുവാനായി അവർ പിന്നെയും അടുത്ത ദേശങ്ങളിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശരീരമൊക്കെ ദണ്ഡനം അനുഭവിച്ചിട്ടുണ്ട്. കോല് കൊണ്ട് അവരെ ഇരുവരെ അടിച്ചു. ഒരു രാത്രിയിൽ അവർ ജയിലിലാണ് സ്പെൻഡ് ചെയ്തത്. കോലുകൊണ്ട് ശരീരം മുഴുവൻ അടിച്ച് ദണ്ഡിപ്പിച്ച ആളുകൾ അവരിത്രയധികം ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് എങ്ങനെയാണ്? അവരിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരത്താലാണ്. പല ആളുകളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ഇതിനോടകം പല എപ്പിസോഡിൽ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അത് കേവലം മാനിഫെസ്റ്റേഷൻ തലത്തിൽ മാത്രം ഒതുക്കരുത്. ആത്മാവ് വരുമ്പോൾ വിവിധമാകുന്ന മാനിഫെസ്റ്റേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ മാനിഫെസ്റ്റേഷൻസ് കുറച്ച് തന്ന് നമ്മെ സന്തോഷിപ്പിക്കുവാൻ മാത്രമല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുന്നത്. നിന്ദകളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും ഇതെല്ലാം ജീവിതത്തിൽ സഹിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ മനസ്സ് മടുക്കാതെ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെയും എരിവോടുകൂടെ ചെയ്യേണ്ടതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ പകരപ്പെടുന്നത്. ഈ കാര്യം ദൈവജനം ഒരിക്കലും മറന്നു പോകരുത്. 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 17-ാം അധ്യായത്തിലും 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണുള്ളത്. ഒന്ന്, അതിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ തെസ്സലോനിക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ കർത്താവിൻ്റെ ദാസന്മാർ ചെയ്ത സുവിശേഷ വേലയെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 10 മുതലുള്ള വേദഭാഗം 15-ാം വാക്യം വരെയും ബെരോവയിലുള്ള സുവിശേഷീകരണത്തെക്കുറിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 16 മുതൽ അതിന് 34 വരെയുള്ള വാക്യങ്ങളിൽ അഥീനയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് 17-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട പട്ടണങ്ങളിലുള്ള കർത്താവിൻ്റെ ദാസന്മാരുടെ സുവിശേഷ വേലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആരംഭത്തിൽ നമുക്ക് തെസ്സലോനിക്ക പട്ടണത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. ദൈവദാസന്മാർ അവിടെ ചെയ്ത സുവിശേഷ വേലയെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാം. അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അവർ എന്നുള്ള പ്രയോഗമാണ് അവിടെ തുടങ്ങുന്നത്. ദൈവമക്കൾ ശ്രദ്ധിച്ച് കാണും. 16-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വരുമ്പോൾ ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ എന്നുള്ള ആ പ്രയോഗം ഇപ്പോൾ 17-ന്റെ 1 വരുമ്പോൾ അവർ എന്ന പ്രയോഗമാകുകയാണ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതായിരുന്നു, ഈ ടീമിൽ പൗലോസാണ് ലീഡർ. തൻ്റെ കൂടെ തിമോത്തി ഉണ്ട്, തൻ്റെ കൂടെ ശീലാസ് ഉണ്ട്.
അവരുടെ കൂടെ എഴുത്തുകാരനായ വൈദ്യനായ ലൂക്കോസുമുണ്ട്. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അവർ എന്നുള്ള പ്രയോഗത്തിൽ തുടങ്ങുന്നു. ന്യായമായി നമ്മൾ ഇവിടെ വെച്ച് ചിന്തിക്കേണ്ടത്, എഴുത്തുകാരനായ ലൂക്കോസ് ഇപ്പോൾ ഈ സംഘത്തിൻ്റെ കൂടെ ഇല്ല. താൻ ഫിലിപ്പി പട്ടണത്തിലെ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ താൻ അവിടെ വന്നിരുന്നു. എന്നാൽ ടീം അടുത്ത ദേശത്തിലേക്ക് പോകുമ്പോൾ ലൂക്കോസ് അവരുടെ കൂടെ പോയില്ല. താൻ ഫിലിപ്പി പട്ടണത്തിൽ ആ പുതിയ കൺവേർട്സിൻ്റെ കൂടെ സമയം ചെലവഴിപ്പാൻ താൻ അവിടെ നിന്നു. അതാണ് ന്യായമായി നമ്മൾ ചിന്തിക്കേണ്ടത്. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അവർ അംഫിപ്പോലിസിലും അപ്പോലോന്യയിലും കടന്ന് തെസ്സലോനിക്കയിൽ എത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫിലിപ്പി പട്ടണം മാസിഡോണിയയിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്. എന്നാലും അത് മാസിഡോണിയയുടെ തലസ്ഥാനമല്ല. മാസിഡോണിയയുടെ തലസ്ഥാനം തെസ്സലോനിക്കയാണ്. ആകയാൽ തെസ്സലോനിക്ക ലാക്കാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 100 മൈൽ ഫിലിപ്പിയും തെസ്സലോനിക്കയും തമ്മിൽ ഉണ്ട്. ഈ 100 മൈൽ കടക്കുമ്പോൾ 30 മൈൽ അകലമിട്ട് 2 പട്ടണങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്നു, അംഫിപ്പൊലീസിലും അപ്പൊലോന്യയിലും. പക്ഷേ അവിടെ അവർ സുവിശേഷീകരണം ചെയ്തതായി ദൈവവചനത്തിൽ രേഖകളില്ല. എന്തുകൊണ്ട് അവർ ഈ പട്ടണങ്ങളെ കടന്ന് തെസ്സലോനിക്കയിലേക്ക് പോയി? ഒരു പക്ഷെങ്കിൽ ഈ പട്ടണങ്ങളിൽ അവർ വന്നപ്പോൾ അവർ രാപാർത്ത് കാണും. ഏതെങ്കിലും ലോക്കലായിട്ടുള്ള ലോഡ്ജിൽ കർത്താവിൻ്റെ ദാസന്മാർ രാത്രി വിശ്രമിച്ചു കാണും. ആ രാത്രി വിശ്രമിക്കുന്ന സമയത്ത് ആ ഇടങ്ങളിലുള്ള ചിലരോട് ഒരു പക്ഷെങ്കിൽ സുവിശേഷം പറഞ്ഞു കാണും. എന്നാലും അവരൊരു സഭ സ്ഥാപിക്കത്തക്കവണ്ണമുള്ള സുവിശേഷീകരണം അവിടെ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അവരവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ തെസ്സലോനിക്കയിലേക്ക് പോയത് എന്ന് കൃത്യമായിട്ടും നമുക്കറിയത്തില്ലെങ്കിലും ഇങ്ങനെ അത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. തെസ്സലോനിക്ക മാസിഡോണിയയുടെ തലസ്ഥാനമാണ്. തെസ്സലോനിക്കയിൽ യഹൂദന്മാരുടെ ഒരു സിനഗോഗുണ്ട്. പൗലോസിൻ്റെ സാധാരണ സുവിശേഷീകരണ സ്ട്രാറ്റജി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പള്ളിയിൽ ആദ്യം കയറുക. അവിടെയാണ് താൻ ആദ്യം സുവിശേഷീകരിക്കുന്നത്. അതിന് തനിക്ക് പല കാരണങ്ങളുണ്ട്. 1, യഹൂദന്മാരാദ്യം സുവിശേഷം കേൾക്കണം. 2, ദൈവഭക്തരെന്ന് പറയുന്ന ജാതിക ആളുകളിൽ നിന്ന് ഏകസത്യ ദൈവത്തിൽ വിശ്വസിച്ച് യഹൂദ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാതെ വണ്ണം ഇരിക്കുന്ന ഒരു സംഘത്തെ താൻ ടാർഗറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് പൊതുവെ പലപ്പോഴും പലയിടത്തും താൻ സിനഗോഗുകളിലാണ് ആദ്യം പ്രവേശിക്കുന്നത്. തെസ്സലോനിക്കയിൽ ഒരു സിനഗോഗ് ഉള്ളതുകൊണ്ട് താൻ അവിടെ കേന്ദ്രീകരിച്ചതായിരിക്കാനാണ് സാധ്യത. ഫിലിപ്പിയ പട്ടണത്തിൽ സിനഗോഗില്ലായിരുന്നു. എങ്കിലും താൻ പുഴവക്കത്ത് ചെന്ന് അവിടെ സുവിശേഷീകരണം ചെയ്ത് അവിടെ സഭ സ്ഥാപിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തെസ്സലോനിക്കയിൽ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നതായിട്ട് ദൈവവചനത്തിൽ നിന്ന് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാവാം താൻ മറ്റേ 2 പട്ടണങ്ങളെ വിട്ടത്. മറ്റൊരു കാര്യം, മറ്റേ 2 പട്ടണങ്ങൾ ഒരു പക്ഷെങ്കിൽ സുവിശേഷീകരണം അക്സെപ്റ്റ് ചെയ്യാൻ പാകമായി കാണുകയില്ല. ആത്മാവിൽ അത് ഗ്രഹിച്ച പൗലോസ് പാകമായ തെസ്സലോനിക്കയിലേക്ക് പോകുവാനായി താൻ ആഗ്രഹിച്ചു. ഇതുകൊണ്ടാണ് താൻ ഈ 2 സ്ഥലങ്ങളെ വിട്ടിട്ട് താൻ തെസ്സലോനിക്കയിൽ എത്തിയത്. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. 17-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. 3 ശബത്തുകളിൽ എന്ന പ്രയോഗത്തിൽ നിന്ന് തെസ്സലോനിക്കയിൽ കേവലം 3 ആഴ്ച മാത്രമേ പൗലോസ് നിന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ താൻ 3 ആഴ്ച കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ജാതികളുടെ അടുക്കൽ താൻ സുവിശേഷം പറഞ്ഞു എന്നതിന് ധാരാളം തെളിവുകൾ വേദപുസ്തകത്തിൽ ഉണ്ട്.
ആദ്യം ഞാൻ ആ തെളിവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഫിലിപ്പ്യരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. 16-ാം വാക്യം, തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. അപ്പോൾ ഇവിടെ ദൈവമക്കൾ ആദ്യത്തെ ഒരു തെളിവായി നിങ്ങൾ ശ്രദ്ധിക്കണം. 2 തവണയെങ്കിലും ഫിലിപ്പിയിൽ ലുദിയായുടെ വീട്ടിൽ കൂടുന്ന ദൈവസഭ മക്കദോനിയയിലെ തലസ്ഥാനമാകുന്ന തെസ്സലോനിക്കയിൽ കർത്തൃവേല ചെയ്യുന്ന പൗലോസിന് സാമ്പത്തിക സഹായം എത്തിച്ചിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, 3 ആഴ്ചയിൽ കൂടുതൽ കർത്തൃദാസന്മാർ തെസ്സലോനിക്കയിൽ ഉണ്ടായിരിക്കാനാണ് സാധ്യത. 2 വട്ടമെങ്കിലും ഈ 100 മൈൽ കടന്ന് ആൾ വന്ന് സഹായം എത്തിക്കണമെങ്കിൽ തീർച്ചയായും 3 ആഴ്ചയിൽ കൂടുതൽ തൻ്റെ സംഘവും അവിടെ നിൽക്കാനാണ് സാധ്യത. രണ്ടാമത് 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. തെസ്സലോനിക്കക്കാർക്ക് താൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, താൻ അവരുടെ കൂട്ടത്തിലായിരുന്ന സമയത്ത്, കർത്താവിൻ്റെ വേല ചെയ്ത സമയത്ത് താൻ അവിടെ സ്വന്തമായി കൈകൊണ്ട് അധ്വാനിച്ചാണ് വേല ചെയ്തത് എന്ന് താൻ രേഖപ്പെടുത്തുന്നു. ഇതോട് ചേർന്ന് 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 7 മുതൽ ഉള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നു. അധികാരം ഇല്ലാതിരുന്നിട്ടല്ല, അനുകരിക്കുവാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയുമരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരവിടെ ജോലി ചെയ്തു. ജോലി ചെയ്താണ് കർത്താവിൻ്റെ വേല ചെയ്തത്. അങ്ങനെ ജോലി ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്യത്തക്കവണ്ണം സമയം തെസ്സലോനിക്കയിൽ അവർ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫിലിപ്പിയക്കാർ 2 തവണയെങ്കിലും സാമ്പത്തിക സഹായം കർത്തൃദാസന്മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ തെളിവുകൾ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് 3 ശബത്ത് എന്ന പ്രയോഗത്തിൽ നിന്ന് കേവലം 3 ആഴ്ച മാത്രമേ തെസ്സലോനിക്കയിൽ ടീം അംഗങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന ചിന്ത നമ്മൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമില്ല. 1 തെസ്സലോനിക്കർ 1:9 വായിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 9-ാം വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. വിഗ്രഹങ്ങളെ വിട്ട് എന്ന പ്രയോഗത്തിന് തെസ്സലോനിക്ക സഭയിൽ ധാരാളം ആളുകൾ അവർ പേഗൻ ബിലീഫുകളിൽ നിന്നാണ്, ജാതിയിൽ നിന്നാണ് കർത്താവിനെ സ്വീകരിച്ചത്. അപ്പം 3 ആഴ്ച സിനഗോഗുകളിൽ ചെന്ന് അവിടെ താൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്ത ശേഷം പൂർണ്ണമായി ജാതികളിലേക്ക് തിരിഞ്ഞു എന്ന് വേണം നമ്മൾ ധരിക്കുവാൻ.
ജാതികളിൽ നിന്ന് വിഗ്രഹങ്ങളെ വിട്ടാണ് താൻ പറഞ്ഞ സുവിശേഷം ആളുകൾ അംഗീകരിച്ച് കർത്താവിൻ്റെ സഭയോട് ചേരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെളിവുകളാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പൗലോസും കൂട്ടരും 3 ആഴ്ചയിൽ ഉപരിയായി അവിടെ സമയം സ്പെൻഡ് ചെയ്തു. എത്ര നാൾ സ്പെൻഡ് ചെയ്തു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. പക്ഷേ ധാരാളം ആഴ്ചകൾ, ഒരു പക്ഷെങ്കിൽ ചില മാസങ്ങൾ അവിടെ അവർ കർത്താവിൻ്റെ വേല ചെയ്തു എന്ന് വേണം ന്യായമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു സൂചന നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിൻ്റെ വേലക്കാർ ദൈവം നിയോഗിച്ച സ്ഥലത്ത് പോകുമ്പോൾ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അവർ ഉപജീവനത്തിനായി അവർ പണിയെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഫുൾ ടൈം മിനിസ്ട്രി ആയതുകൊണ്ട് ഒരു നിലയിലും ഒരു ജോലിയും ചെയ്യത്തില്ലെന്ന് ഉള്ള ധാരണ ഈ പൗലോസിൻ്റെ പ്രസ്താവനകളിൽ നിന്നും അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് മാറ്റേണ്ടത് ആവശ്യമാണ്. ആദ്യമായ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റാളുകൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുവാൻ, പുതിയ സ്ഥലത്ത് സഭയില്ല, സപ്പോർട്ട് ചെയ്യുവാൻ ആളില്ല, അവിടെ എന്ത് ചെയ്യണം? ആരോടും പണം ചോദിക്കുവാൻ പാടില്ല. കാരണം സുവിശേഷത്തിന് അത് പിന്നീട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അറിയാവുന്ന ട്രേഡ് താൻ അവിടെ ചെയ്തു. ഇത് നമുക്കൊരു വലിയ മാതൃകയാണ്. മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ വേല ചെയ്ത് പുതിയ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്താൽ അത് അനുഗ്രഹമാണ്. മറ്റ് റിസോഴ്സസ് ദൈവം തുറക്കുമ്പോൾ ഫുള്ളായി നമുക്ക് കർത്താവിൻ്റെ വേലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ആദ്യമായിട്ട് തെസ്സലോനിക്ക പോലൊരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെ തനിക്ക് മറ്റ് പരിചയമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ഉപജീവനത്തിനായി താൻ വേല ചെയ്തതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അത് പിന്നീട് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾക്കതൊരു മാതൃകയായിട്ടാണ്. ക്രമം കെട്ട് ഞങ്ങൾ നടന്നിട്ടില്ല, ആളുകൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ശഠിച്ചിട്ടില്ല. ഞങ്ങൾക്കിതിനൊക്കെയുള്ള അധികാരമുണ്ട്, എങ്കിലും ഞങ്ങൾ അധികാരം എടുത്തില്ല. എത്രയോ വലിയ ചലഞ്ചാണത്. സ്പോൺസർമാരെ തിരയുന്നതിൽ എത്രയോ നല്ലതാണ് സ്വന്തമായി കൈകൾ കൊണ്ട് അധ്വാനിച്ച് ഉപജീവനം കഴിയുന്നതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അതെത്രയോ മാന്യമാണ്. അത് തരം താഴ്ന്ന ഒരു കാര്യമല്ല എന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം, ഒരു കൈത്തൊഴിൽ കർത്തൃദാസന്മാരെ പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല. ബൈബിൾ കോളേജുകളിൽ അങ്ങനെ ട്രെയിനിങ് ഉള്ളത് ഏറ്റവും നല്ലതാണ്. പലപ്പോഴും ബൈബിൾ കോളേജുകളിൽ ഒരു ഡിഗ്രി എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെ വരുന്നത്, മറ്റൊരു പണിയും നമ്മൾ ചെയ്യരുത്, ഫുള്ളായി കർത്താവിൻ്റെ വേല ചെയ്യണം. തീർച്ചയായും അങ്ങനെ തന്നെ വേണം. പൗലോസും കൂട്ടരും ഫുള്ളായി കർത്താവിൻ്റെ വേല ചെയ്യുക. പക്ഷേ ഈ ഫുള്ളായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അവരെ തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ അവർക്കറിയാമെന്ന തൊഴിൽ ചെയ്തു. ഒരു തൊഴിൽ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് ഈ തരുണത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. പുതിയൊരു വേലസ്ഥലത്ത് ചെല്ലുമ്പോൾ സുവിശേഷത്തിനൊരു കോട്ടം തട്ടാതെ വണ്ണം ശക്തിയോടെയും പ്രാഗൽഭ്യത്തോടെയും സുവിശേഷം പറയുവാൻ അതേറ്റവും നല്ലതാണ്. വടക്കേ ഇന്ത്യയിലൊക്കെയും പോകുന്ന അനേക ദൈവദാസിദാസന്മാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ട്യൂഷനുകൾ എടുക്കുക, സ്കൂളുകളിൽ ടീച്ചേഴ്സായി പഠിപ്പിക്കുക, അങ്ങനെ വേല ചെയ്ത് സുവിശേഷ വേല ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിലെ നമ്മുടെ ധാരണകളൊക്കെ മാറ്റണം. അപ്പോസ്തോലൻ കൈകൊണ്ട് വേല ചെയ്ത് സുവിശേഷ വേല ചെയ്യാമെങ്കിൽ നമുക്കാർക്ക് വേണേലും അത് ചെയ്യാം. അതിനുള്ള മനസ്സ് മതി. നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറി പൗലോസ് ആത്മപൂർണനായ അപ്പോസ്തോലൻ വെച്ചിരിക്കുന്ന ഈ മാതൃക ഒരു സമയം നമുക്കങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. 3 ആഴ്ചയിൽ അവരുടെ ശുശ്രൂഷ അവിടെ പൂർത്തീകരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല.
3 ആഴ്ചയെക്കാട്ടിൽ കൂടുതൽ അവിടെ ഈ ടീം സമയത്തെ സ്പെൻഡ് ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. എന്നാൽ 3 ആഴ്ച 3 ശബത്ത് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹൂദനെ സുവിശേഷീകരിക്കുന്നതിനുള്ള ബന്ധത്തിൽ താൻ ഈ 3 ശബത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു. അവിടുത്തെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ചില പദപ്രയോഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഒരു പ്രയോഗം, അവരോട് വാദിച്ചു, തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? ഹി റീസൺഡ് വിത്ത് ദം. ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അവർ ചോദ്യം ചോദിക്കുന്നു. താന് പഴയ നിയമത്തിലെ വേദഭാഗങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഉത്തരം അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ചോദ്യോത്തര രീതിയിൽ അവരോട് വാദിക്കുക. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ മശിയ എന്ന് പഴയ നിയമത്തിലൂടെ അവരോട് വാദിച്ച് താൻ തെളിയിക്കുകയാണ്. അതാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. 3-ാം വാക്യം, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് ആണെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. തെളിയിച്ചു, പ്രൂവ് ചെയ്തു. അതിൻ്റെ അർത്ഥം അവർക്ക് നിഷേധിക്കാൻ കഴിയാത്തതുപോലെ തെളിവുകൾ അവരുടെ മുൻപിൽ നിരത്തി വെച്ച് യേശു മശിയ എന്ന് തെളിയിച്ചു. താൻ ദൈവവചനം, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ കാര്യങ്ങൾ വളരെ നന്നായി അറിയാവുന്ന പൗലോസ്, ദൈവവചനം അറിയാവുന്ന, പഴയ നിയമം അറിയാവുന്ന യഹൂദൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവർക്കറിയാവുന്ന വേദഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയും യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, മശിയയാണെന്ന് താൻ തെളിയിക്കുകയാണ്, പ്രൂവ് ചെയ്യുകയാണ്. അതാണ് ആ പ്രയോഗങ്ങളുടെ അർത്ഥം. 4-ാം വാക്യം, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. അത് ഒന്നുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവരിൽ ചിലരും, അതായത് യഹൂദന്മാരിൽ ചിലർ, ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും, ഗ്രീക്കുകാരായിട്ടുള്ള ഭക്തിയുള്ള ദൈവഭക്തരായ ഗോഡ് ഫിയറേഴ്സ് ആയിരിക്കുന്ന ഒരു വലിയ കൂട്ടർ, ചെറിയ നമ്പേഴ്സ് അല്ല തെസ്സലോനിക്കയിൽ ദൈവം തനിക്ക് കൊടുക്കുന്നത്, ഒരു വലിയ പുരുഷാരം. എന്നിട്ട് അടുത്തൊരു പ്രയോഗം, മാന്യ സ്ത്രീകളിൽ അനേകരും. സൊസൈറ്റിയിൽ ഉന്നതമായ ജീവിതശൈലി പുലർത്തിയ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ബിസിനസ്സുകാരിയായ ലുദിയായെ പോലെയുള്ള ചില മാന്യ സ്ത്രീകളും പൗലോസ് പറഞ്ഞ സുവിശേഷം വിശ്വസിച്ചു എന്നാണ് ആ 4-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 4-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെസ്സലോനിക്കയിൽ ചില മാസങ്ങൾ അവർ സുവിശേഷീകരണം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 3 ആഴ്ചയിൽ സിനഗോഗിൽ താൻ കേന്ദ്രീകരിച്ച് താൻ ദൈവത്തിൻ്റെ വചനം അവിടെ പ്രഘോഷിച്ചു. ഇതിൻ്റെ എല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് കുറേ ആളുകൾ കർത്താവിൽ വിശ്വസിക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ തെസ്സലോനിക്കയിൽ നടന്ന കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ തെസ്സലോനിക്കർക്ക് താൻ ലേഖനം എഴുതുമ്പോൾ താൻ ചില കാര്യങ്ങൾ അവിടെ പറയുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് അല്പം കൂടെ അവിടുത്തെ വേലയോടുള്ള ബന്ധത്തിലുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കും. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, വചനം അതിനകത്തുണ്ട് ഇൻ വേർഡ്, പക്ഷേ വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അതിനകത്ത് 1 ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ ഉണ്ടായിരുന്നു, 2 ശക്തിപ്രകടനം ഉണ്ടായിരുന്നു, 3 പരിശുദ്ധാത്മാവിനാലായിരുന്നു, 4 ബഹു നിശ്ചയത്തോടെയായിരുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവവചനം പതിവായി അവർ പ്രഘോഷിച്ചു. തെസ്സലോനിക്കയിലും ദൈവത്തിൻ്റെ വചനം അവർ പറഞ്ഞു. രണ്ടാമത് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം ശക്തിയോടും, പവർ മിനിസ്ട്രീസ് വെളിപ്പെട്ടു. പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തെ ദൈവം തെസ്സലോനിക്കക്കാരുടെ മുൻപിൽ അവരുടെ മേൽ അത് ഉറപ്പിച്ചു. ഒരുപക്ഷെങ്കിൽ അസാധാരണമായ സൗഖ്യങ്ങളുമൊക്കെ തെസ്സലോനിക്കയിൽ നടന്നു കാണും. മൂന്നാമത് ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. പരിശുദ്ധാത്മാവോടും
അർത്ഥം, അവരെ പരിശുദ്ധാത്മാവാണ് നിയന്ത്രിച്ചത്. അവർ ജഡത്തിലല്ല ശുശ്രൂഷിച്ചത്. They were controlled by the Spirit of Christ. അങ്ങനെയാണ് തെസ്സലോനിക്കയിൽ അവർ കർത്താവിൻ്റെ വേല ചെയ്തത്. ബഹുനിശ്ചയത്തോടെന്ന് പറഞ്ഞാൽ ഇൻ അഷ്വറൻസ്. പറയുന്ന ദൈവവചനത്തെക്കുറിച്ച് നല്ല നിശ്ചയം അവർക്കുണ്ടായിരുന്നു. ഇതാണ് തെസ്സലോനിക്കയിലുള്ള അവരുടെ സുവിശേഷീകരണത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് കഷ്ടതകളുടെയും പീഡനങ്ങളുടെയും ഒക്കെ നടുവിൽ ഈ സംഘം വളരെ പ്രാഗൽഭ്യത്തോടെ ബോൾഡായി നിൽക്കാൻ കാരണം, അവർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു അഷ്വറൻസ് ഉണ്ടായിരുന്നു, ഒരു ഉറപ്പുണ്ടായിരുന്നു. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് നമ്മളിവിടെ കാണുന്നത്. പൗലോസ് മിനിസ്റ്റർ ചെയ്ത എല്ലായിടത്തും വളരെ ഡീപ്പ് കൺവിക്ഷനോടുകൂടിയാണ് താൻ മിനിസ്റ്റർ ചെയ്തത് എന്ന് ഈ തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും ദൈവമക്കൾക്കറിയാമല്ലോ, ത്രോവാസിൽ വെച്ച് തനിക്കൊരു ദർശനമുണ്ടായതാണ്. ആ ദർശനത്തിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ നിന്ന് അവരെ സ്വാഗതം ചെയ്യുന്നു, വിളിക്കുന്നു. അതനുസരിച്ചാണ് അവർ മക്കദോന്യയിൽ ചെല്ലുന്നത്. അപ്പം മക്കദോന്യയിലെ പട്ടണങ്ങളിൽ അവർ സുവിശേഷം വേല ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. ഫിലിപ്പി പട്ടണത്തിൽ അവർക്ക് റിസൾട്ട് ഉണ്ടായി. തെസ്സലോനിക്കയിൽ വന്നിരിക്കുകയാണ്, മക്കദോനിയയുടെ ക്യാപിറ്റൽ വന്നു. താൻ സുവിശേഷ വേല ചെയ്യുമ്പോൾ തനിക്ക് ഒരു അഷ്വറൻസ് ഉണ്ട്, തനിക്കൊരു ഉറപ്പുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സമയത്ത് താൻ വന്നിരിക്കുകയാണെന്നും താൻ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവഹിതപ്രകാരമുള്ള കാര്യമാണെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അഷ്വറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ വളരെ ബോൾഡായി ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. തെസ്സലോനിക്കയിലുള്ള സുവിശേഷ വേലയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചിന്തിച്ചു വരുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, യഹൂദന്മാരുണ്ട്, ഭക്തിയുള്ള യവന്മാരുണ്ട്, മാന്യ സ്ത്രീകളുണ്ട്. ഇവരൊക്കെ സുവിശേഷം കേട്ട് വിശ്വസിച്ചു. 20-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില ആളുകളുടെ പേര് പറയുന്നുണ്ട്. അവർ തെസ്സലോനിക്കക്കാരാണ്. 4-ാമത്തെ വാക്യത്തിൽ ബെരോവയിലെ പുറോസിൻ്റെ മകൻ സോപത്രോസും തെസ്സലോനിക്കരായ അരിസ്തർഹോസും സെക്കുന്തോസും എന്ന പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 2 സഹോദരന്മാരെക്കുറിച്ച് പിന്നീട് താൻ എടുത്തു പറയുന്നുണ്ട്. അവരെ തെസ്സലോനിക്കയിലെ ഇവരുടെ സുവിശേഷീകരണത്തിൽ രക്ഷിക്കപ്പെട്ടവരായിട്ട് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. 5-ാം വാക്യം, യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോൻ്റെ വീട് വളഞ്ഞു അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. യാസോൻ എന്ന് പറയുന്ന ആള് അതൊരു യവനായ പേരാണ്. യാസോൻ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സുവിശേഷം വിശ്വസിച്ചു, കർത്താവിനെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാവാൻ സാധ്യതയുണ്ട് തെസ്സലോനിക്കയിലെ സഭ രൂപപ്പെട്ടത്. ഒരുപക്ഷെങ്കിൽ ദൈവദാസന്മാർ അവിടെ ആയിരിക്കാം താമസിച്ചത്. രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാർ അസൂയ പൂണ്ടിട്ട് അവരെ തേടി യാസോൻ്റെ ഭവനത്തിൽ എത്തുകയാണ്. അവൻ്റെ വീട് വളഞ്ഞു. അപ്പം പതിവായി ദൈവദാസന്മാർ അനുഭവിക്കുന്ന ക്ലേശം ഇവിടെയും ഉണ്ടായി, പ്രതികൂലം അവിടെ ഉണ്ടായി. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, അവരെ കാണാതിരുന്നിട്ട്, പൗലോസിനെയും ശീലാസിനെയും ഒക്കെ തിരഞ്ഞാണ് അവർ പോകുന്നത്. എന്നാൽ ഈ യഹൂദന്മാർക്ക്, അവരെ ഉപദ്രവിക്കാൻ വന്നവർക്ക് അവരെ കാണാതിരുന്നിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ട് ഇരിക്കുന്നു. അവർ ഒക്കെയും യേശു എന്ന മറ്റൊരുത്തൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു. യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. ഭൂലോകത്തെ മുഴുവനും കലക്കുന്നവർ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം സുവിശേഷീകരണം കൊണ്ട് കലക്കി എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം കൈസറല്ല, വേറൊരു രാജാവുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ ഇളക്കി എന്ന് അവർ പറയുകയാണ്.
യേശുക്രിസ്തു രാജാവ്, യേശുക്രിസ്തു മടങ്ങി വരുന്നു, യേശുക്രിസ്തുവാണ്, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നമ്മളായിരിക്കണം എന്ന കാര്യത്തെ അവർ മിസ്കോട്ട് ചെയ്ത് പറയുകയാണ്. കൈസറിനെ അല്ല, കൈസറിനെ മാറ്റി വേറൊരു രാജാവ് വരുന്നു എന്നിവർ പ്രചരിപ്പിക്കുന്നുവെന്ന്. വളരെ ശക്തമായ ഭയങ്കര ഒരു പ്രതികൂലമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ അവർക്കെതിരെ ഉപദ്രവം അഴിച്ചുവിട്ടു. എന്നിട്ട് അവരെ കൈക്കൊണ്ട യാസോനെ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അവസാനം അദ്ദേഹത്തിൽ നിന്ന് ഒരു ജാമ്യം അവരെടുക്കുകയാണ്. ആ ജാമ്യം എന്ന് പറയുന്നത് ഇവരെ ഈ പട്ടണത്തിൽ നിന്ന് പുറത്താക്കും എന്നും ഇവരെ കൈക്കൊള്ളത്തില്ലെന്നും ഇവരെ മടക്കി സ്വീകരിക്കത്തില്ലെന്നുമുള്ള ഒരു ബോണ്ട്, ഒരു ജാമ്യം ഇവരിൽ നിന്ന് അവർ കൈപ്പറ്റി. ഇതാണ് തെസ്സലോനിക്കയിലെ അവരുടെ അനുഭവം. ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിലും നമ്മൾക്ക് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് ഇത്ര അസൂയ ഇവരോടുണ്ടായത്? മാത്രമല്ല, ഈ പ്രതികൂലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് അന്നും ഇന്നും എന്നും പ്രതികൂലമുണ്ട്. എന്നാൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ അഭിഷക്തരായ ദൈവദാസന്മാർ വേല ഇട്ടേച്ചോടുകയല്ല. ദൈവസഭ സ്ഥാപിച്ചിട്ട് ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് അവരടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെയും ഞാൻ ആവർത്തിക്കാം, അവരുടെ മനസ്സിനെ ഇതൊന്നും മടുപ്പിക്കാതെ ആത്മപൂർണരായി അവരടുത്ത സ്ഥലത്തേക്ക് കടന്നുപോയി. തെസ്സലോനിക്കയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അവർക്ക് നിവർത്തിക്കുവാൻ ദൈവം സഹായിച്ചു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.